എന്റെ എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമോ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമോ എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോ നിങ്ങൾ കാണുന്നോ അപ്പൊ നിങ്ങൾക്കത് വാലിഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ റെസൊണേറ്റ് ആവില്ല. നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജസ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള എനർജി വരെ. ഇത് ഒരുപാട് പേര് കാണുന്നുണ്ട്, ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടോ വിവാഹ സംബന്ധമായിട്ടോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ഇതിലൊരു മെസ്സേജ് അയക്കാം. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത്, ഇത് മൂന്നും തരിക. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് എടുത്ത് തരുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനെന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും കേട്ടോ. പരിഹാരങ്ങളും പറഞ്ഞു തരും. പിന്നെ പേഴ്സണൽ റീഡിങ്ങിന് ചെറിയ ഫീസ് ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ദയവായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് പോവാം. യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുമോ? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ? യൂണിവേഴ്സ് ആൻഡ് വ്യൂവേഴ്സിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുമോ? അപ്പൊ ഇവിടെ കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ വന്ന കാർഡാണ് ദ ഹെർമിറ്റ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് ഒരുപാട് പേരുടെ എനർജി ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കുക കേട്ടോ. ഇപ്പൊ നിങ്ങളെ തനിച്ചിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഒറ്റയ്ക്കാണ് ജീവിക്കണേന്നാണ്. ഒരു ഏകാന്തത, ഒറ്റപ്പെട്ട പോലെയാണ് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏകാന്തതയാണ് അനുഭവിക്കുന്നത്. ആഘോഷങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സൊസൈറ്റിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക, സ്വയം ഒതുങ്ങിക്കൂടുന്ന ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ദൈവികമായ വഴിയിലേക്ക് നിങ്ങൾ തിരിയുന്നു എന്ന് പറയണം. മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയണത്. സ്വന്തമായിട്ട് ഹീൽ ചെയ്യാനും ഒക്കെ ശ്രമിക്കുകയാണ്. സ്വന്തമായിട്ട് ഹീൽ ചെയ്യുക. സ്പിരിച്വലായിട്ട് ഗൈഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇത് കുറെ പേരുടെ എനർജി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. കുറച്ച് പേർക്കൊക്കെ വളരെ സന്തോഷമാണ് പറയണത്. ലവേഴ്സ് കാർഡാണ് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പം
നിങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല സന്തോഷമുള്ള ദമ്പതികളെയാണ് ഇത് പറയുന്നത്. നിങ്ങളിപ്പോ ലവേഴ്സ് ആണെങ്കിൽ തന്നെ നിങ്ങൾ നന്നായിട്ട് നല്ല സ്നേഹമുള്ളവരാണെന്നാണ് പറയണത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് കേട്ടോ. നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള സ്നേഹമാണെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഒരാളെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല, അത്രയും വളരെ സ്നേഹമാണെന്നാണ് പറയണത് കേട്ടോ. നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളടുത്ത് വളരെ സ്നേഹമുണ്ടെന്നാണ് പറയണത്. പക്ഷെ അതിലൊരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി പലതും ആവാം, വ്യക്തിയാവാം, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കാം, വലിയ ധനപരമായിട്ട് എന്തെങ്കിലും ആവാം, പലതും ആവാം തേർഡ് പാർട്ടി. പിന്നെ അടുത്ത് വന്നത് 9 ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെന്റക്കൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് പറയണത്. നല്ല രീതിയിൽ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാ പറയണത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്നും ആശ്രയിക്കാതെ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിങ്ങളുടെ സ്വന്തമായ കഴിവുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ആഡംബരമായിട്ടും സന്തോഷമായിട്ടും അങ്ങനെ ജീവിക്കാനുള്ള എല്ലാ കഴിവും നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ കഴിവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. ഇതൊരു പ്രായമായിട്ടുള്ള ഒരു പ്രണയത്തെ ഇത് പറയുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് ഏജ് ആയിട്ട് കുറച്ച് പ്രായമായിട്ടുള്ളവരുടെ ഒരു പ്രണയം ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ ഇത് കാണുന്നുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അത് പറയണത്. അപ്പൊ അവർക്കും സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് എല്ലാം വരുന്നു എന്നാണ് പറയുന്നത്. ഇനി വന്നത് 7 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ചീറ്റിങ്ങിന്റെ കാർഡാണ്. ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് പേർക്കൊക്കെ ബുദ്ധിമുട്ട്, ഇത് ഒരുപാട് പേരുടെ എനർജി ഉള്ളതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പറയുന്നുണ്ട്, കുറച്ച് പേർക്ക് നല്ലതുമാണ്. അപ്പൊ കുറച്ച് പേർക്ക് ഒരു ചീറ്റിങ് സംഭവിക്കാനുള്ള ഒരു സമയമാണെന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചന നിങ്ങളെ ചുറ്റിപ്പറ്റി ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നയതന്ത്രവും വിവേകവും ഒക്കെ ഉപയോഗിച്ച് സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കണ പോലെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് പറയണത്. അത് നിങ്ങൾക്ക് പുറകിൽ നിന്ന് ആരും ഒരു പണി തരുന്നുണ്ട് കേട്ടോ, അതാണ് പറയണത്. മറിഞ്ഞിരുന്നോണ്ട് നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ട്, അതാണ് പറയുന്നത്. അപ്പൊ ബലപ്രയോഗത്തിലൊന്നും നിങ്ങളുടെ മനസ്സും ബുദ്ധിയൊക്കെ നിങ്ങൾ ഇങ്ങനെ പിടിക്കാനായിട്ട് നോക്കാണ്. വഞ്ചന, നുണകൾ പറയാ, തന്ത്രങ്ങള്, മനസാക്ഷി ഇല്ലാതെ പെരുമാറുക, അങ്ങനെ ഒരുപാട് മാനസികാവസ്ഥ നിങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സമയമാണ്. കളവ് ചെയ്യാ, നിങ്ങളടുത്ത് കളവ് പറയാ, നിങ്ങളെ ചതിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചതിയും വഞ്ചനയും അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് വരാൻ പോകുന്നത്. നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണെങ്കിൽ തന്നെ ഒരു ചീറ്റിങ് നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സമയമാണ് കേട്ടോ. നിങ്ങള് നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരു ചതി നിങ്ങൾ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാര് ആണെങ്കിലും നിങ്ങളിലെ ഉള്ളിലൊരു ചതി വരാനുള്ള സമയമാണെന്ന് പറഞ്ഞു. പിന്നെ സൺ കാർഡ് വന്നിട്ടുണ്ട്. സൺ കാർഡ് പറയുമ്പോൾ ഇതൊരു പുനർജന്മത്തിന്റെ കാർഡാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് സന്തോഷവും സമാധാനവും വിജയവും എല്ലാം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്നു എന്നാ പറയണത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അതെല്ലാം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാ പറയണത്. ജീവിതത്തിൽ വളരെ സന്തോഷം, ഭാഗ്യം ഇതൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു. പ്യുവർ ലവ് ആണെന്നാണ് പറയണത്. നിങ്ങളിപ്പോ ആരെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ സത്യസന്ധമായ സ്നേഹമാണ്, വളരെ പ്യുവർ ആയിട്ടുള്ള സ്നേഹമാണെന്നാണ് പറഞ്ഞത്. പിന്നെ 3 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് കുറച്ച് പേർക്കൊക്കെ വളരെ നല്ലതും കുറച്ച് പേർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഇത് കുറച്ച് പേർക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളതാണ് പറയണത്. 3 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇത്തിരി പ്രയാസമുള്ളതാണ് പറയണത്. 3 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ ഹൃദയവേദന, വേർപിരിയല്, അസ്വസ്ഥമാക്കുന്ന സമയം, ദൗർഭാഗ്യം, ദുരിതം, അങ്ങനെ കുറച്ചു പേർക്കൊക്കെ അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് പറയണത്. നിങ്ങൾ ആരോ വളരെ ആഴത്തില് വേദനിപ്പിച്ചിട്ട് പോയി എന്നാണ് പറയണത്. അങ്ങനെ നിങ്ങള് ആ വേദന കൊണ്ട് നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ ആരോ വേദനിച്ചിട്ട് പോയോണ്ട് വളരെ ആഴത്തിലാണ് നിങ്ങളെ വേദനിപ്പിച്ചേക്കണത്. നിങ്ങളെ വേദനിക്കണു എന്നാണ് പറയണത് കേട്ടോ. പിന്നെ എന്താ, നിങ്ങൾ വളരെയധികം ഹൃദയവേദന അനുഭവിക്കുന്നു. നിങ്ങളുടെ ആരെങ്കിലും
അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോവേ, അങ്ങനെ നിങ്ങളുടെ അടുത്ത് നിന്ന് ആരെങ്കിലും അകന്നു പോയിട്ടിരിക്കുക, അങ്ങനെ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കണോ. ഇതൊരു ദുഃഖത്തിന്റെ കഥയാണ് ഈ 3 ഓഫ് സോർട്സ് എന്ന് പറയുന്നത്. നഷ്ടമായ ബന്ധത്തിന്റെയോ ആകസ്മികമായ മരണത്തിന്റെയോ ഒക്കെ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഷാദത്തിന്റെ ഒക്കെ അസ്വസ്ഥത, അങ്ങനെ ഒരു വല്ലാതെ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ഇതില് ഒരു ചീറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി കാരണം കൊണ്ട് നിങ്ങൾ ഒരുപാട് കണ്ണീര്, ഹൃദയാഘാതം, സങ്കടം, കലഹം, വിവാഹബന്ധത്തിലായാലും നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്നാണ് പറയണത്. നിങ്ങൾക്ക് ഭാര്യയും ഭർത്താവും അവരാണ് കാണുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്കിടയിൽ മറ്റൊരു വ്യക്തി ഉണ്ട്, അതാണ് പറയണത് കേട്ടോ. അതുകൊണ്ട് തേർഡ് പാർട്ടി ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നുണ്ടെന്നാണ് പറയണത്. പിന്നെ ജസ്റ്റിസ് വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു നിങ്ങളെ കോടതി കേസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫില് റൈറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇത് ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ വന്നിരിക്കണത് പേജ് ഓഫ് പെന്റക്കൽസ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് നാരായണ എന്താണ് പേജ് ഓഫ് പെന്റക്കൽസ്, ഇത് കുറെ പേരുടെ ഇതുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരേപോലെ വരില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പണമൊക്കെ കൈകാര്യം ചെയ്യാനൊക്കെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തിനു വേണ്ടിയാണ് കഠിനാധ്വാനം ചെയ്യുന്നത്, അതിനൊക്കെ നിങ്ങൾക്ക് ഗുണം കിട്ടാനാ പോണം. ബിസിനസ്സിലാക്കിയായാലും അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സ്വന്തം കുടുംബത്തിന്റെ ഒക്കെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നിങ്ങൾ നടത്താനുള്ള നിങ്ങൾക്ക് അത്രയും കഴിവുണ്ടെന്നാണ് പറയണത് കേട്ടോ. നല്ല പക്വത ഉള്ളവരാണെന്നാണ് പറയുന്നത്. നല്ലൊരു അമ്മയാണ്. സ്വന്തം പ്രയത്നത്തിൽ തന്നെ സമ്പത്തും സമൃദ്ധിയും സുരക്ഷിതത്വവും എല്ലാം നേടിയെടുക്കുന്നവരാണ്. നല്ല ശുദ്ധ മനസ്സുള്ളവരാണെന്നാണ് പറയുന്നത്. കുടുംബവും ബിസിനസ്സും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് പറയണത് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് പിന്നെ നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊരു താമസ സ്ഥലം മാറുന്നതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ താമസിക്കുന്നിടത്തുനിന്ന് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് മാറാം, ചില തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇപ്പൊ നിങ്ങളൊരു കൺജസ്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒതുങ്ങിക്കൂടി എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുന്നതെന്നാണ് പറയണത്. ഇപ്പോൾ ഉള്ള ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടാൻ പോകുന്നു. ഇപ്പൊ ഒരു ഇടുങ്ങിയ ചുറ്റുപാടിൽ നിന്നൊക്കെ ആണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ വിശാലമായ സ്ഥലത്തേക്ക് നിങ്ങൾക്ക് ഫ്രീഡം കിട്ടി നിങ്ങൾ നല്ലൊരു സ്ഥലത്തേക്ക് താമസം മാറാനൊക്കെ ഉള്ള ഒരു സാധ്യതയാണ് പറയണത്. പുതിയ ആശയങ്ങളും അഭിലാഷങ്ങളൊക്കെ നിറഞ്ഞ ആകർഷകവും ആവേശകരവുമായ അങ്ങനെ ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളെ കുതിച്ചു ചാടുന്ന പറയുന്നത്. നിങ്ങൾക്ക് അത്രയും പുരോഗതി, യാത്രയും എല്ലാം നിങ്ങളിലേക്ക് പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ സൂചിപ്പിക്കും. നല്ല ബുദ്ധിമാൻ, നല്ല അറിവുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് എല്ലാം നല്ലത് വരുന്നു എന്നാണ് പറയണത്. പിന്നെ പിന്നെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പിന്നെന്താ കിങ് ഓഫ് കപ്സ്. ഇത് നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിനെയാണ്, നിങ്ങൾ നല്ലൊരു വ്യക്തിയാണെന്നാണ് സൂചിപ്പിക്കുന്നത്. നല്ലൊരു ഉപദേശകനായിരിക്കുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കാനും കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ്. മറ്റുള്ളവരോട് നല്ല സ്നേഹം സഹാനുഭൂതിയൊക്കെ ഉണ്ടാവുമെന്നാണ് പറയണത്. ചില സമയങ്ങളിൽ വ്യക്തിപരമായ ബന്ധങ്ങളിലൂടെ അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയൊക്കെ ഒരു മുറിവേറ്റ വേദന നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് പറയണത്. നിങ്ങളെ വിശ്വസിക്കാം, നിങ്ങൾ കലാപരമായിട്ടൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരാണെന്നാണ് പറയണത് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു മാരേജിന് സമയമായിട്ടുണ്ടെന്നാണ് പറയണത്. നിങ്ങളിപ്പോ സ്നേഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ വിവാഹം നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിവാഹത്തിന് സമയമായി എന്നാണ് പറയുന്നത്. റൊമാൻസ്, ഡീപ്പ് റിലേഷൻഷിപ്പും അതിനൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ സമയമായിട്ടുണ്ടെന്നാണ് പറയണത്. ആശയങ്ങളും അവസരങ്ങളും ഒക്കെ ഓഫറുകളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ഒരുപാട് കഴിവുള്ള വ്യക്തികളാണെന്നാണ് നിങ്ങൾ പറയുന്നത്. വളരെ സൗഹാർദ്ദപരമായൊക്കെ പെരുമാറുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത്. നല്ല ബുദ്ധിമാനാണ്, ഉയർന്ന ചിന്താഗതിയൊക്കെ ഉള്ള ഒരു ആൾക്കാരാണെന്നാണ് പറയുന്നത് കേട്ടോ.
പിന്നെ നിങ്ങൾ എന്താ, നിങ്ങൾ നല്ല ബിസിനസ്സിലും ഒക്കെ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാനാണ് പോണത്, നിങ്ങൾക്ക് നല്ല നേട്ടങ്ങൾ വരാനാണ് പോണത്, നിങ്ങൾ നല്ല സമയമാണെന്നാണ് പറഞ്ഞത്. നന്നായിട്ട് ഈശ്വരാധീനമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടിയാണൊക്കെ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സന്തോഷവും സമാധാനം എല്ലാം വരുന്നു എന്നാണ് പറഞ്ഞത്. കുറച്ചു പേർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അടുത്ത വീഡിയോ വരുന്നവരേക്ക് നന്ദി, നമസ്കാരം.